നമസ്തേ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 11ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഇംഗ്ലീഷ് പേടിയുള്ള ആളുകൾക്ക് പേടി കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ലേണിംഗ് ട്രിക്സ് ഉപയോഗിച്ച് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. അതിന് ദർ ഹാസ് ബീൻ എ പ്രോബ്ലം എന്നാണ് പറയേണ്ടത്. ഈ വാക്യത്തിൽ ദർ ഹാസ് ബീൻ എന്ന ഫ്രേസിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ദർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആണ് അർത്ഥം. അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ദർ ഹാസ് ബീൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുമ്പോഴും ദർ ഹാസ് ബീൻ ആദ്യം പറയുക, അതിനുശേഷം ഇതാണോ ഉണ്ടായിട്ടുള്ളത് അത് പറയുക. ഉദാഹരണത്തിന് ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ദർ ഹാസ് ബീൻ പറയുക, പിന്നെ ഒരു കുഴപ്പം എന്നുള്ളത് പറയുക. അതായത് ദർ ഹാസ് ബീൻ എ ട്രബിൾ. ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ദർ ഹാസ് ബീൻ എ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെവി ഫോളാണ്. ഹെവി ഫോൾ ഓഫ് എർത്ത് ആൻഡ് റോക്സ് ഡൗൺ ദ സ്ലൈഡ് ഓഫ് എ മൗണ്ടൻ. അതാണ് ശരിക്കും ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അത് ലാൻഡ് സ്ലൈഡാണ്. ഇനി ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ഉണ്ട്. അതൊരു മണ്ണിടിച്ചിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതൊരു സ്മോൾ ഫോൾ ഓഫ് എർത്ത് ഓർ എ റോക്ക് ഡൗൺ ദ സ്ലൈഡ് ഓഫ് എ ഹിൽ. അതിനാണ് നമുക്ക് ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അത് നമുക്ക് പറയാം. ഇനി ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയണം. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ ദർ ഹാസ് ബീൻ എ ട്രബിൾ എന്നാണ് പറഞ്ഞത്, ദർ ഹാസ് ബീൻ എ ലാൻഡ് സ്ലൈഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ദർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ എയും ആനും അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് നോക്കാം. ഒരു എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ ചേർക്കുന്ന രണ്ട് പദങ്ങളാണ് എയും ആനും. ഇത് എവിടെ ചേർക്കണം എന്നുള്ളത് പൊതുവെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും വോവൽസ് എ ഇ ഐ ഒ യു വരുന്നിടത്ത് ചേർക്കുക എന്നായിരിക്കും പഠിച്ചിട്ടുള്ളത്. അതിലും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലെ സ്വരശബ്ദങ്ങളായിട്ടുള്ള അ ആ ഇ ഈ ഉ ഊ എ എ ഐ ഒ ഓ ഔ അം. ഇനി എന്നുള്ള പോലെ തന്നെ ഇം എം ഉം അങ്ങനെ വരുന്നതും കൂടി കണക്കിലെടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഏത് വേർഡിൻ്റെ മുമ്പിലാണോ എ അല്ലെങ്കിൽ ആൻ ചേർക്കേണ്ടതെന്ന് സംശയം വരുന്നതോ ആ വേർഡ് ഒന്ന് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ തുടക്ക ശബ്ദം ഈ സ്വരശബ്ദങ്ങളിൽ ഏതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ആൻ ചേർക്കുക. ഈ ശബ്ദത്തിലല്ല വരുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ എ ചേർക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആക്സിഡൻറ്റ് എന്നുള്ളൊരു പദം എടുക്കുമ്പോൾ നമുക്ക് അതിൽ തുടക്ക ശബ്ദം വരുന്നത് ആന്നാണ്. അതുകൊണ്ട് ആൻ ആക്സിഡൻറ്റ്. ഇനി എർത്ത് കേക്ക് ഭൂമികുലുക്കം. എർത്ത് കേക്ക് എന്നുള്ളതിൽ ആദ്യ ശബ്ദം വരുന്നത് എ ആണ്. അതുകൊണ്ട് ആൻ എർത്ത് കേക്ക്. ഇനി പ്രോബ്ലം എന്നൊരു വേർഡ് വരികയാണെങ്കിൽ അതിൻ്റെ ആദ്യം വരുന്ന ശബ്ദം പ്രോ ആണ്. അതുകൊണ്ട് എ. അത് സ്വരശബ്ദമല്ല, അതുകൊണ്ട് എ. പിന്നെ ട്രബിൾ എന്നുള്ളതിൻ്റെ ആണെങ്കിലും അതിൽ ട്രൈ ആണ് വരിക, സ്വരശബ്ദമല്ല എ. ലാൻഡ് സ്ലൈഡ് എന്നാണ് വരുന്നതെങ്കിൽ അത് ലായാണ് തുടക്കത്തിൽ ശബ്ദം വരിക, അത് പിന്നെ സ്വരശബ്ദമല്ല, അതുകൊണ്ട് എ ചേർക്കുക. ഇനി എസ് ഐ എന്നാണ് വരുന്നതെങ്കിൽ തുടക്കത്തിൽ എ ആണ് വരിക, എസ് ഐ എ. അപ്പോൾ ആൻ എസ് ഐ. എം എൽ എ എന്നുള്ളതിനും ആദ്യം എം ആണ് വരിക അല്ലെങ്കിൽ എ ആണ് വരിക. അപ്പോൾ നമുക്ക് ആൻ എം എൽ എ. എക്സ്റേ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നിടത്ത് തുടക്കത്തിൽ വരുന്നത് എ ശബ്ദമാണ്, അതുകൊണ്ട് ആൻ കൊടുക്കുക. അപ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഹാസ് ബീൻ ആൻ എർത്ത് കേക്ക് എന്നാണ് ഇതനുസരിച്ചിട്ട് പറയേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ലേണിംഗ് ട്രിക്കാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ദർ ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പഠിച്ചു വയ്ക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഗ്രാമർ ചേർന്ന നല്ല സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടായി വരുന്നു. നമ്മളവിടെ ഗ്രാമർ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, ടെൻസ് പഠിക്കേണ്ട കാര്യമില്ല. ദേർ എവിടെ നിന്ന് വന്നു, ഹാസ് എവിടെ നിന്ന് വന്നു, ബീൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇത് ചേർക്കണം, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പക്ഷേ ഇതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഒന്നിൽ കൂടുതൽ പിന്നെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ദർ ഹാസ് ബീൻ എന്ന് പറയുന്നതിന് പകരം ഹാസ് മാറിയിട്ട് ഹാവ് ആകും. അപ്പോൾ ദർ ഹാവ് ബീൻ എന്നാകും. അത് പക്ഷേ എഴുത്തിൽ പ്രാധാന്യമുള്ളൂ, വർത്തമാനത്തിൽ പ്രാധാന്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 3 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയണം കരുതാം. അപ്പോൾ ദർ ഹാവ് ബീൻ 3 ആക്സിഡൻറ്റ്സ് എന്നാണ്
എഴുത്തിൽ വരിക. അത് വർത്തമാനം പറയുമ്പോൾ ദർ ഹാവ് ബീൻ 3 ആക്സിഡൻറ്റ്സ് എന്നോ ദർ ഹാസ് ബീൻ 3 ആക്സിഡൻറ്റ്സ് എന്നോ പറയാം, കുഴപ്പമില്ല. ഇനി ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഫ്രേസിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിന് ഉള്ള ഇംഗ്ലീഷ് ദെയർ ഈസ് ഗോയിങ് ടു ബി എന്നാണ്. ദെയർ ഈസ് ഗോയിങ് ടു ബി. ദെയർ ഈസ് ഗോയിങ് ടു ബി എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ ദെയർ ഈസ് ഗോയിങ് ടു ബി എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് നമ്മൾ പഠിച്ചു വയ്ക്കുന്നു. ഇനി എന്തുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ പുറകിൽ ഇത് പറഞ്ഞ ശേഷം എൻ്റെ പുറകിൽ പറയാം. ഉദാഹരണത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്, ദെയർ ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. ഒരു ഹർത്താൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്, ദെയർ ഈസ് ഗോയിങ് ടു ബി എ ഹർത്താൽ. ഒരു സുനാമി ഉണ്ടാകാൻ പോകുന്നുണ്ട്, ദെയർ ഈസ് ഗോയിങ് ടു ബി എ സുനാമി. ഇത് എളുപ്പമാണ് നമ്മൾ പഠിച്ചെടുക്കുക. 2 എണ്ണം ഇത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും 2 എണ്ണം വെച്ച് നമുക്ക് പഠിച്ചെടുക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ദെയർ ഈസ് ഗോയിങ് ടു ബി എന്നുള്ളത് ദെയർ ആർ ഗോയിങ് ടു ബി എന്ന് വരും. പക്ഷേ അത് വർത്തമാനത്തിൽ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ താല്പര്യമില്ല എന്നൊരു സ്പെഷ്യൽ സ്പോക്കൺ ഫ്രേസാണ് നമ്മൾ തരാൻ പോകുന്നത്. അത് പഠിച്ചെടുക്കുക. ഇത് 2 ലവേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നിടത്തേക്ക് അവരുടെ കൂട്ടുകാരനായിട്ടുള്ള ഗോപു വരുന്നു. അപ്പോൾ ഗോപു ആദ്യം വിളിക്കണം, ഹായ് ടിനു ആൻഡ് അനു എന്ന് വിളിക്കുന്നു. അപ്പോൾ അവർ തിരിച്ചും വിളിക്കുന്നു, ഹായ് ഗോപു, കം സിറ്റ് ഹിയർ. ഗോപു വാ ഇരിക്കേ, ഇവിടെ വന്നിരിക്കേ എന്ന് പറയുന്നു. അപ്പോൾ ഗോപു പറയുന്നു, നോ താങ്ക് യു, ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഗൂസ്ബറി. നോ താങ്ക് യു, ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഗൂസ്ബറി. ഇല്ല ഞാൻ നിങ്ങൾ സംസാരിക്കും, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടുന്നു. ഇത് ഡോണ്ട് വാണ്ട് ടു പ്ലേ ഗൂസ്ബറി എന്നാൽ സ്വർഗത്തിൽ കട്ടുറുമ്പാവാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥമുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.